വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് പുതിയ മദ്യനയം ഉടനില്ല. മദ്യനയത്തിന് അംഗീകാരം നൽകുന്നത് മന്ത്രിസഭായോഗം മാറ്റിവെച്ചു. നയത്തിൽ കൂടുതൽ ചർച്ച വേണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ഡി ബിനോയിയുണ്ട് വിവരങ്ങളുമായി. ബിനോയ്, എന്താണ് മന്ത്രിസഭാ യോഗത്തിൽ നടന്നത്? എന്താണ് ഈ ഒരു നയം വൈകാൻ കാരണം ആയി ചൂണ്ടിക്കാട്ടുന്നത്? പുതിയ മദ്യനയം ഉടൻ വേണ്ട എന്ന നിലപാടിലേക്ക് മന്ത്രിസഭാ യോഗം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം മദ്യനയവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വിയോജിപ്പുകൾ CPIക്കും ഘടകകക്ഷികൾക്കും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കള്ള് ഷാപ്പുകളുമായി ബന്ധപ്പെട്ട ക്ലാസിഫിക്കേഷൻ്റെ കാര്യത്തിലാണ്. കാരണം കൂടുതൽ ആളുകളെ അല്ലെങ്കിൽ കൂടുതൽ ആഭ്യന്തര ടൂറിസ്റ്റുകളെയും വിദേശ ടൂറിസ്റ്റുകളെയും കള്ള് ഷാപ്പുകളിലേക്ക് ആകർഷിച്ചുകൊണ്ട് കള്ളിന് അതിൻ്റെ വ്യവസായം വളരെയധികം ശക്തി പ്രാപിക്കാൻ വേണ്ടിയുള്ള ഒരു നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ ബാറുകളുടെ സമീപത്തുള്ള തെങ്ങുകളിൽ നിന്നും കള്ള് ചെത്തുന്നതിന് വേണ്ടിയും ആ ബാറുകൾ വഴി കള്ള് വിൽക്കുന്നതിന് വേണ്ടിയും ഒക്കെ ഒരു നയപരമായ തീരുമാനമെടുക്കുന്നതിനെക്കുറിച്ച് ഈ പുതിയ മദ്യനയത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതിന് വിശാലമായ ഒരു ചർച്ച അനിവാര്യമാണെന്ന് ഘടകകക്ഷി മന്ത്രിമാർ ഉന്നയിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ മദ്യനയത്തിലെ ചില മാറ്റങ്ങൾ ഉടൻ വേണ്ട എന്ന തരത്തിലേക്ക് മന്ത്രിസഭാ യോഗം എത്തിച്ചേർന്നിരിക്കുന്നത്. രണ്ടാമത്തത് ഡ്രൈ ഡേ സംബന്ധിച്ചാണ്. കാരണം എല്ലാ മാസവും 1-ാം തീയതി സംസ്ഥാനത്തെ മദ്യഷാപ്പുകൾ അടഞ്ഞു കിടക്കുന്ന പതിവുണ്ട്. എന്നാൽ ഇത് ശരിയായ രീതിയല്ല. ഇത് തുറന്ന് പ്രവർത്തിക്കണം. മറ്റ് സംസ്ഥാനങ്ങളിൽ ഡ്രൈ ഡേ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ വിനോദസഞ്ചാരികൾ എത്തുന്ന ദിവസങ്ങൾക്കും അതുപോലെ വൻകിട കോൺക്ലേവുകളും കൺവെൻഷനുകളും ഒക്കെ സംസ്ഥാനത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ 1-ാം തീയതി ഇത്തരത്തിൽ മദ്യഷാപ്പുകൾക്ക് അവധി നൽകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ കൺവെൻഷനുകളും കോൺക്ലേവുകളും ഒക്കെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അത് വിനോദസഞ്ചാരത്തെ കാര്യമായി ബാധിക്കാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രൈ ഡേ ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം വിനോദസഞ്ചാര വകുപ്പ് നേരത്തെ മുന്നോട്ട് വച്ചിരുന്നു. ഇത് കൂടാതെ മൂന്നാമതായി വരുന്ന പ്രശ്നങ്ങൾ ബാറുകളുടെ ഉൾപ്പെടെയുള്ള ക്ലാസിഫിക്കേഷനുകളാണ്. ഇത്തരം ക്ലാസിഫിക്കേഷനുകൾ അതിൽ അല്ലെങ്കിൽ ബാർ ലൈസൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അങ്ങനെ ഇത്തരം പ്രശ്നങ്ങളിൽ കാര്യമായൊരു ചർച്ച ഇടതുമുന്നണി തരത്തിലും ഒപ്പം മുന്നണികൾക്ക് അകത്തുനിന്നല്ലാതെ മറ്റ് കക്ഷികളുമായി, അതായത് മറ്റ് തൊഴിലാളി സംഘടനകളുമായൊക്കെ ഒരു ചർച്ച നടത്തിയതിന് ശേഷം മതി പുതിയ മദ്യനയം എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് വളരെ വേഗത്തിൽ ഈ വിനോദസഞ്ചാര സീസണിൽ തന്നെ അല്ലെങ്കിൽ ഈ സമയത്ത് തന്നെ ഇത് പ്രാവർത്തികമാക്കണം എന്നൊരു താല്പര്യം വിനോദസഞ്ചാര മന്ത്രി ഉൾപ്പെടെയുള്ളവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പുതിയ മദ്യനയത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ആ തീരുമാനം കൈക്കൊള്ളുന്നതിന് വേണ്ടി എത്തിയത്. എന്നാൽ ചില വിയോജിപ്പുകൾ CPIയുടെ ഭാഗത്തു നിന്നും ചില ഘടകകക്ഷി മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ട് വിശദമായ ചർച്ചയ്ക്ക് ശേഷം മതി പുതിയ മദ്യനയം എന്ന നിലപാടിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പുതിയ മദ്യനയം ഉടൻ ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാളിദാസ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ 1-ാം തീയതിയിലുള്ള ഡ്രൈ ഡേ ഒഴിവാക്കുക എന്നുള്ളതൊക്കെയാണ് പുതിയ മദ്യനയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങളിലൊന്ന്. അപ്പോൾ അത്തരത്തിലുള്ള പുതിയ മദ്യനയം വരുമ്പോൾ ഒരു വരുമാന വർധനവ് സർക്കാർ എന്തായാലും കണക്ക് കൂട്ടിയിട്ടുണ്ടാവും. ഈ മദ്യനയം വൈകുന്നതിനനുസരിച്ച് അവിടെ നിന്നുള്ള വരുമാന വർധനവും വൈകും എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും. അതായത് വിനോദസഞ്ചാര മേഖലയിലേക്ക് കൂടുതൽ ആളുകളെ എത്തിച്ചുകൊണ്ട് മദ്യനയത്തിലൊരു മാറ്റം വരുത്തി കൂടുതൽ ആളുകളെ കള്ള് ഷാപ്പ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക്, അതായത് കള്ള് ഷാപ്പുകളിൽ അതിൻ്റെ വൃത്തിയും ഒപ്പം ആളുകളെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിൽ രൂപമാറ്റം വരുത്തിയുമൊക്കെ മാറ്റാനായിരുന്നു തീരുമാനം. അത്തരത്തിലുള്ള തീരുമാനങ്ങൾക്ക് ഈ തൊഴിലാളി സംഘടനകൾക്ക് എന്തുമാത്രം പ്രാതിനിധ്യം നൽകും? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ കള്ള് ഷാപ്പ് ലേലം ചെയ്യുന്ന വ്യവസ്ഥ തൊഴിലാളി സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള രീതിയിലാണ്. അത്തരത്തിൽ തൊഴിലാളി സംഘടനകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ലേലത്തിൽ പങ്കെടുക്കാൻ കഴിയുമോ? ക്ലാസിഫിക്കേഷനുകൾ വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു സമൂലമായ ചർച്ച അനിവാര്യമാണ് എന്നാണ് ഒരു വിഭാഗത്തിൻ്റെ ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ മദ്യനയത്തിൽ ഉടൻ തന്നെ ഒരു മാറ്റം വേണ്ട നിലപാടിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരുപക്ഷെ വരുമാന മാർഗമായി ഇത് മാറുമെങ്കിലും എന്നാൽ പിന്നീടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ അത് വലിയ തരത്തിലേക്ക് മാറപ്പെടുമോ, അത് രാഷ്ട്രീയപരമായി അതിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമോ, ഇത്തരം കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് മദ്യനയം ഉടൻ വേണ്ട, എന്നാൽ അത് പ്രാവർത്തികമാക്കണം, കൂടുതൽ ചർച്ചകൾക്ക് ശേഷം മതിയ നിലപാടിലേക്ക് മന്ത്രിസഭാ യോഗം എത്തിച്ചേർന്നത്.